വിദ്യാർത്ഥികളെ, സഹോദരി സഹോദരന്മാരെ, എല്ലാം കൂടി നമ്മളല്പം വൈകിപ്പോയി. ഇന്ന് വായനാ ദിനത്തിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനമാണ് ഇവിടെ. ഇത് പി എൻ പണിക്കർ ഫൗണ്ടേഷൻ്റെ ആഭിമുഖ്യത്തിലാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. ശ്രീ പി എൻ പണിക്കർ കേരളത്തിലെ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അമരക്കാരനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ചരമദിനമാണ് ജൂൺ 19. ആ ജൂൺ 19 തുടങ്ങി ജൂലൈ 18 വരെ നീണ്ടു നിൽക്കുന്ന വായനാദിന മാസാഘോഷത്തിന് ഇന്നാണ് തുടക്കമാകുന്നത്. ഈ ആചരണഘട്ടത്തിലാണ് ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് തന്നെ മറ്റൊരു പ്രമുഖ നേതാവായിരുന്ന ഐ വി ദാസിൻ്റെ ജന്മദിനവും. പി എൻ പണിക്കരുടെ പ്രത്യേകത നമ്മളെല്ലാവരും കണക്കാക്കുന്നത് മലയാളിയെ വായിക്കാൻ പഠിപ്പിച്ച വ്യക്തി എന്നതാണ്. തൻ്റെ ജന്മനാടായ നീലമ്പേരൂരിൽ സനാതനധർമ്മം എന്ന പേരിൽ ഒരു ഗ്രന്ഥശാല അദ്ദേഹം സ്ഥാപിക്കുകയുണ്ടായി. അങ്ങനെയാണ് പൊതുരംഗത്തേക്ക് അദ്ദേഹം പ്രവേശിച്ചത്. തിരുവിതാംകൂറിൽ പ്രവർത്തിച്ചിരുന്ന ഗ്രന്ഥശാലകൾ, ആ ഗ്രന്ഥശാലകളുടെ കൂട്ടായ്മക്കായി പി എൻ പണിക്കർ നല്ല പരിശ്രമം നടത്തുകയുണ്ടായി. അതിൻ്റെ തുടർച്ചയായിരുന്നു പിന്നീട് രൂപീകൃതമായ കേരള ഗ്രന്ഥശാല സംഘം. അതിൻ്റെ ആദ്യ ജനറൽ സെക്രട്ടറിയായി പ്രവർത്തിച്ചതും അദ്ദേഹം തന്നെയാണ്. കേരളത്തിലെമ്പാടും ഗ്രന്ഥശാലകൾ രൂപീകരിക്കുന്നതിനും അവയ്ക്ക് പ്രോത്സാഹനം നൽകുന്നതിനുമായി പി എൻ പണിക്കർ നടത്തിയ പരിശ്രമങ്ങൾ കേരള ചരിത്രത്തിൻ്റെ ഭാഗമാണ്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യം ഇക്കാലത്തും പ്രസക്തമായതാണ്. വായിച്ചു വളരുക, ചിന്തിച്ച് വിവേകം നേടുക. ഇതാണ് അദ്ദേഹം ഉയർത്തിയിരുന്ന മുദ്രാവാക്യം. ഒരു ചടങ്ങ് എന്നതിലുപരി ആധുനിക കേരളത്തിൻ്റെ സമ്പന്നമായ സാംസ്കാരിക ചരിത്രത്തെ ഓർമ്മപ്പെടുത്തുന്നത് കൂടിയാണ് ഓരോ വായനാ ദിനാചരണം. നമ്മുടെ നാട്ടിലെ ഇന്നത്തെ കുട്ടികൾ അനുഭവിക്കുന്ന അവസ്ഥയായിരുന്നില്ല മുൻകാലങ്ങളിൽ ഇവിടെ ഉണ്ടായിരുന്നത്. ഇപ്പോൾ നമ്മളെല്ലാവരും സ്കൂളിൽ പോകുന്നവരാണ്, പഠിക്കുന്നവരാണ്. പഠിക്കാത്ത, സ്കൂളിൽ പോകാത്ത കുട്ടിയെ സാധാരണഗതിയിൽ നമുക്ക് കാണാനേ കഴിയില്ല. പക്ഷെ ഇതായിരുന്നില്ല പണ്ട്. പ്രത്യേകിച്ച് കുട്ടികൾ അങ്ങനൊരു കാലവും നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു എന്നുള്ളത് അറിയണം. ഇവിടെ അക്ഷരം നിഷേധിക്കപ്പെട്ട വലിയൊരു വിഭാഗം ആളുകളുണ്ടായിരുന്നു. നമ്മുടെ സമൂഹത്തിൽ അക്ഷരാഭ്യാസം നടത്താൻ പാടില്ല അവർ. അപ്പോൾ അവർക്ക് അത് നിഷിദ്ധമായിരുന്നു. അങ്ങനൊരു കാലത്ത് അക്ഷരാഭ്യാസമില്ലാത്ത ആളുകൾ, എഴുതാനും വായിക്കാനും അറിയാത്ത ആളുകൾ
ധാരാളമായിരുന്നു. അത്തരമൊരു കാലത്ത് വായനക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് കാര്യങ്ങൾ നീക്കിയപ്പോൾ ആദ്യം വേണ്ടത് ഈ ആളുകളെ അക്ഷരം പഠിപ്പിക്കലായിരുന്നു. അതിൻ്റെ ഭാഗമായി സ്വാതന്ത്ര്യസമരകാലത്തൊക്കെ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി തന്നെ വലിയ തോതിൽ ആളുകൾ നിശാ ക്ലാസ്സുകൾ നടത്തിയിരുന്നു. കാരണം പകൽ മുഴുവൻ അവർക്ക് ജോലിയാണ്. ആ ജോലി കഴിഞ്ഞതിന് ശേഷം ചിലർ അക്ഷരം അറിയുന്നവർ, വിദ്യാസമ്പന്നരായിട്ടുള്ള ആളുകൾ ഇത്തരത്തിലുള്ള ക്ലാസ് എടുക്കും. അങ്ങനെ ക്ലാസ് എടുക്കുന്നതോടൊപ്പം തന്നെ ഓരോ പ്രദേശത്തും വായനശാലകൾ വേണം എന്ന നിലയും അക്കാലത്ത് സ്വീകരിക്കുകയുണ്ടായി. അതിൻ്റെ ഭാഗമായി നാട്ടിൽ പലയിടത്തും വായനശാലകൾ രൂപം കൊണ്ടു. ഇതൊരു വലിയ തോതിലുള്ള സാംസ്കാരിക പരിണാമമായിരുന്നു. അങ്ങനെയാണ് നമ്മുടെ വായനാ ദിനവും PN പണിക്കർ സ്മൃതിയുമൊക്കെ തുടർച്ചയായി ഉണ്ടാകുന്നത് എന്നത് നാം ഓർക്കേണ്ട ഒരു കാര്യമാണ്. കേരളത്തിൻ്റെ വായനാ ചരിത്രത്തെക്കുറിച്ച് പറയുമ്പോൾ അതിനോടൊപ്പം ചേർത്ത് വെക്കാനുള്ള പേരാണ് ഗ്രന്ഥശാല പ്രസ്ഥാനം. ഇവിടെ ശ്രീ ബാലഗോപാൽ ദീർഘമായി തന്നെ രാജ്യത്ത് നടക്കുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ച് പറഞ്ഞല്ലോ. രാജ്യത്തെ മറ്റ് സംസ്ഥാനങ്ങൾക്കോ ഒരുപക്ഷെ ലോകത്തെ മറ്റ് ഭൂപ്രദേശങ്ങൾക്കോ അവകാശപ്പെടാനില്ലാത്ത പാരമ്പര്യമാണ് ഈ നമ്മുടെ ഗ്രന്ഥശാല പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടുള്ളത്. അതിലെല്ലാം ഉപരി നമ്മൾ ഈ ഗ്രന്ഥശാല പ്രസ്ഥാനം യഥാർത്ഥത്തിൽ ലോകത്തിനാകെ മാതൃകയായിട്ടുള്ളത് കൂടിയാണ്. വായനാരംഗത്തും ലോകത്തിന് തന്നെ മാതൃകയാകുന്ന പല കാര്യങ്ങൾക്കും നേതൃത്വം നൽകാൻ നമ്മുടെ കേരളത്തിന് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ രാജ്യത്തെ ആദ്യത്തെ പബ്ലിക് ലൈബ്രറി ഉണ്ടായത് കേരളത്തിലാണ്. 1829 തിരുവനന്തപുരത്ത് ശ്രീ സ്വാതി തിരുനാളാണ് അത് സ്ഥാപിച്ചത്. ഇന്ത്യയിലെ ഏറ്റവും വലുതും പഴക്കം ചെന്നതുമായ കൊൽക്കത്ത നാഷണൽ ലൈബ്രറി സ്ഥാപിക്കപ്പെട്ടത് 1835 എന്നോർക്കണം. അതിനു മുൻപ് 1829 ഇവിടെ ഇത് സ്ഥാപിക്കപ്പെട്ടു. അപ്പം അക്കാര്യത്തിൽ കാലത്തിനു മുന്നേ സഞ്ചരിച്ചവരാണ് നമ്മൾ. രാജ്യത്തിനാകെ വഴികാട്ടിയവരാണ് നമ്മൾ. ആ പാരമ്പര്യം പിന്നീട് ഇങ്ങോട്ട് കാത്തു സൂക്ഷിച്ചു പോരാനും നമുക്ക് കഴിഞ്ഞു എന്നത് ശ്രദ്ധേയമായ കാര്യമാണ്. വായനശാലകൾ എന്നതിലുപരി അനേകം മനുഷ്യരെ വിദ്യാഭ്യാസത്തിലേക്കും വിവേകത്തിലേക്കും കൈപിടിച്ച് നടത്തിയ അറിവിൻ്റെ അക്ഷയഖനികൾ കൂടിയാണ് ഗ്രന്ഥശാലകൾ. ഇവിടെ നമ്മുടെ നാടിൻ്റെ മുക്കിലും മൂലയിലും ഇപ്പോൾ വിദ്യാലയങ്ങളുണ്ട്. എന്നാൽ ആ വിദ്യാലയങ്ങൾ വരുന്നതിന് മുൻപ് സർവകലാശാലകൾ സ്ഥാപിക്കപ്പെടുന്നതിന് മുൻപ് ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പ്രവർത്തിച്ചു തുടങ്ങുന്നതിന് മുൻപ് ലോകത്തെമ്പാടുമുള്ള അറിവുകൾ നമ്മുടെ
നാട്ടിലുള്ള സാധാരണക്കാർക്ക് പകർന്നു നൽകാൻ ഗ്രന്ഥശാലകൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഗ്രന്ഥശാലകളെ സർവകലാശാലകളുമായി താരതമ്യപ്പെടുത്താറുള്ളത്. വിജ്ഞാനശൃംഖലയുടെ ഊടും പാവും നെയ്യുന്ന കണ്ണികൾ കൂടിയാണ് ഗ്രന്ഥശാലകൾ. അതെക്കാലത്തും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ ഒരു വാദം നാം കേൾക്കുന്നുണ്ട്. പുസ്തകങ്ങളുടെ കാലം കഴിഞ്ഞു, സാങ്കേതിക വിദ്യയുടെ കാലം വന്നു, അതുകൊണ്ട് വായനയുടെ കാലവും കഴിഞ്ഞു എന്ന ധാരണ ചിലർക്കുണ്ടാകുന്നുണ്ട്. വായനയുടെ കാലം കഴിയുകയല്ല, വായന കാലത്തിനൊത്തു മാറുകയാണ്. മുൻപൊക്കെ പുസ്തകങ്ങൾ കൊണ്ടു നടന്ന് വായിക്കുന്ന രീതിയാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ ചില മാറ്റങ്ങൾ ആ കാര്യത്തിൽ വന്നിരിക്കുന്നു. ഇന്ന് വായന എന്നത് ഡിജിറ്റൽ വായനയും പോഡ്കാസ്റ്റുകളും ഒക്കെയായി മാറി. അങ്ങനെ മാറിയെന്ന് പറയുമ്പോഴും അവയിലൂടെ കൈമാറ്റം ചെയ്യുന്ന അറിവുകളുടെ ഖനി രൂപപ്പെട്ടു വരുന്നത് പുസ്തകങ്ങൾ തന്നെയാണ്. അപ്പോൾ അത് നമ്മുടെ നാട്ടിൽ ശരിയായ രീതിയിൽ തന്നെ നിലനിൽക്കുന്നുണ്ട് എന്നതാണ് നാം പ്രധാനമായും കാണേണ്ട കാര്യം. പുസ്തകങ്ങളുടെ കാലം കഴിഞ്ഞു എന്ന് പറയുന്നത് ഒരു തരത്തിലും ശരിയായൊരു കാര്യമല്ല. വായന കൊണ്ട് സമൂഹത്തിന് എന്താണ് ഗുണം എന്ന് ചിലപ്പോൾ ഒറ്റപ്പെട്ട രീതിയിൽ ചില ചോദ്യം ഉയരാറുണ്ട്. അതിന് പി.എൻ. പണിക്കർ നൽകിയ മുദ്രാവാക്യം തന്നെയാണ് മറുപടി. വായിച്ചു വളരുക, ചിന്തിച്ച് വിവേകം നേടുക. അതിന് വായന കൊണ്ട് സമൂഹത്തിനെന്ത് ഗുണം എന്ന ചോദ്യത്തിനുള്ള ഉത്തരമുണ്ട്. വായിച്ച് വളരുക എന്നത് ശാരീരിക വളർച്ച മാത്രമല്ല, ഇവിടെ മാനസികമായ വളർച്ചയാണ് ഉദ്ദേശിക്കുന്നത്. നിങ്ങളെല്ലാവരും കുഞ്ഞുങ്ങൾ പാഠപുസ്തകങ്ങളോടൊപ്പം മറ്റു പുസ്തകങ്ങളും കഴിയാവുന്നത്ര വായിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. അങ്ങനെ വരുമ്പോഴാണ് ഈ ലോകത്തെ വിശാലമായ കാഴ്ചപ്പാടിലൂടെ കാണാനും അതിലൂടെ സകല മനുഷ്യരെയും സഹോദരന്മാരായി കാണാനും നമുക്ക് കഴിയുക. അതൊക്കെ വായനയുടെ ഭാഗമായി സമ്പാദിക്കാൻ കഴിയുന്നതാണ്. ഇവിടെ പി.എൻ. പണിക്കർ പറഞ്ഞ ചിന്തിച്ച് വിവേകം നേടുക, വായനയിലൂടെ കൈവരുന്ന ഓരോ ആൾക്കും കൈവരുന്ന ബോധമുണ്ട്. അത് കൊള്ളേണ്ടതിനെ കൊള്ളുക, തള്ളേണ്ടതിനെ തള്ളുക. അതിനുള്ള ഈ വായനയിലൂടെ നമുക്ക് ഉണ്ടാകും. അപ്പോൾ വിശാലമായി ലോകത്തെ കാണുന്ന ഒരാൾ വിവേകത്തോടെ പെരുമാറും. ഇതാണ് വായനയുടെ ഗുണം. ആ ചിന്താഗതി ഇന്നത്തെ കാലത്ത് എത്രമാത്രം പ്രധാനമാണെന്ന് ആലോചിച്ച് നോക്കൂ. ലോകത്ത് യുദ്ധങ്ങളും സംഘർഷങ്ങളും ഒഴിവാക്കാൻ, സമാധാനം പുലരാൻ, സമൂഹത്തിനാകെ ഗുണകരമാകാൻ ഇത് വഴിവെക്കും. അതാണ് നേരത്തെ ശ്രീനാരായണ ഗുരു അറിവിലുമേറെ അറിഞ്ഞിടുന്നവൻ തൻ ഉരുവിലും ഒത്തു പുറത്തുമുജ്ജരിക്കും എന്ന്
ആത്മോപദേശ ശതകത്തിൽ എഴുതിയത്. അതായത് അറിവ് നേടുന്നവൻ്റെ അകം മാത്രമല്ല പുറവും ജ്വലിക്കും എന്ന്. അതായത് തൻ്റെ നാട്ടിൽ മാത്രമല്ല പുറം നാട്ടിലും ജ്വലിക്കുമെന്നാണ് അദ്ദേഹം ശ്രീനാരായണ ഗുരു പറഞ്ഞു വെച്ചത്. അറിവൊരു വെളിച്ചമാണ്. അത് കൊളുത്തിവെച്ചാൽ അത് സമൂഹത്തിനാകെ വെളിച്ചം പകരും. അത് മനസ്സിലാകാത്തവരാണ് വായന കൊണ്ട് എന്താണ് സമൂഹത്തിന് ഗുണം എന്ന് ചോദിക്കുന്നത്. ഇവിടെ അറിവിൻ്റെ വെളിച്ചം സമൂഹത്തിലേക്ക് വാർന്നിറങ്ങുകയാണ്. അതിനേറ്റവും കാര്യക്ഷമമായ ഉപാധിയാണ് ചർച്ചകൾ. നമ്മുടെ നാട്ടിലെ പഴയ കാലത്ത് വായനശാലകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് പുസ്തകങ്ങൾ എടുത്ത് വായിക്കുക മാത്രമല്ല, അതുമായി ബന്ധപ്പെട്ടും മറ്റു ചില പൊതുവിഷയങ്ങളെക്കുറിച്ചുമുള്ള ചർച്ചകളുടെ വേദിയായി വായനശാലകൾ മാറിയിരുന്നു. ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൽ അത്തരത്തിലുള്ള പൊതു ഇടങ്ങൾ ചുരുങ്ങുന്നു എന്ന ഒരു ദുരവസ്ഥയുണ്ട്. സാങ്കേതികവിദ്യയുടെ പുരോഗമനപരമായ മുന്നേറ്റങ്ങൾ നടക്കുന്ന കാലമാണിത്. അപ്പോൾ പൊതു ഇടങ്ങളും പൊതു ചർച്ചകളും നല്ല നിലയിൽ തന്നെ നിലനിർത്തിപ്പോകേണ്ടതായിട്ടുണ്ട്. അത് വായിച്ച പുസ്തകത്തിൻ്റെ ഉള്ളടക്കത്തെക്കുറിച്ചാകാം, എന്നാൽ അത് മാത്രമാകേണ്ടതില്ല. പകർന്നു കിട്ടിയ സന്ദേശങ്ങളും കാഴ്ചപ്പാടുകളും സമൂഹത്തിന് പകർന്നു നൽകുന്നതിന് ഇടയാക്കാം. ഇപ്പോൾ ലഹരി ഉപയോഗം നമ്മുടെ സമൂഹത്തിന് മുന്നിലുള്ള വലിയൊരാപത്തായിട്ടാണ് നാം കാണുന്നത്. എല്ലാ വിദ്യാലയങ്ങളിലടക്കം അതിനെതിരെയുള്ള വലിയ ജാഗ്രതയോടെയുള്ള നീക്കങ്ങളാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പം അത്തരം കാര്യങ്ങളിൽ നല്ല നിലപാട് സ്വീകരിക്കാനും പൊതുബോധം സമൂഹത്തിൽ ഉയർത്താനും കഴിയുമെന്നതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇവിടെ അടുത്ത് പൊതുവിദ്യാഭ്യാസ മന്ത്രി സംസാരിക്കാനിരിക്കുകയാണ്. നമ്മുടെ വിദ്യാഭ്യാസ മേഖലയുടെ പ്രത്യേകത നേരത്തെ സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞല്ലോ. കേരളത്തിൽ 45,000 ക്ലാസ് മുറികൾ സ്മാർട്ട് ക്ലാസ് മുറികളായത് അദ്ദേഹം പരാമർശിക്കുകയുണ്ടായി. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ പൊതുവിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള ഒരു പരിശോധനയും വിലയിരുത്തലും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിൻ്റെ കീഴിലെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സ്കൂൾ എഡ്യൂക്കേഷൻ ആൻഡ് ലിറ്ററസി അവർ 2023-24 വർഷത്തെ ജില്ലാതല ഇൻഡെക്സ് തയ്യാറാക്കി. ഒരു പ്രത്യേകത നമ്മൾ കാണുന്നതിനും ഓർക്കുന്നതിനും വേണ്ടിയാണിത് പറയുന്നത്. നിങ്ങളെല്ലാം സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികളാണ്. രാജ്യത്തെ ഏറ്റവും മുൻനിരയുള്ള ജില്ലകളായിട്ട് 41 ജില്ലകളെയാണ് എടുത്തത്. ആ 41 ജില്ലകളിൽ നമ്മുടെ കേരളത്തിൽ എത്ര ജില്ലയാണെന്ന് എല്ലാവർക്കും അറിയാലോ. കേരളത്തിലെ 13 ജില്ലകൾ ഈ 41 ഉൾപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിനിടയാക്കിയത് പഠന നിലവാരം, അധ്യാപകരുടെ മികവ്, ക്ലാസ് മുറികളുടെ വൈവിധ്യം, അടിസ്ഥാന സൗകര്യം, സ്കൂൾ സുരക്ഷ, ഡിജിറ്റൽ പഠനം, ഇങ്ങനെ 12 മേഖലകളിലെ നിലവാരമാണ് പരിശോധിച്ചത്. അപ്പോൾ നിങ്ങളതിൻ്റെ ഭാഗമാണ്
ഈ പറയുന്ന മികവാർന്ന വിദ്യാഭ്യാസം ലഭിക്കുന്നവരാണ് നിങ്ങളെല്ലാവരും. നല്ലതുപോലെ പഠിച്ചു വളരുക, വായിച്ചു വളരുക. അതാണ് ഇന്നത്തെ സമൂഹം ചെയ്യേണ്ടത്. നിങ്ങളെല്ലാവരും അതിൽ കൂടുതൽ ശ്രദ്ധിക്കണം എന്നുകൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് വായനാ ദിനത്തിൻ്റെ ഔപചാരികമായ സംസ്ഥാനതല ഉദ്ഘാടനം സന്തോഷപൂർവ്വം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദനം.